ഹായ് സുഹൃത്തുക്കളെ, ബഷീർ കാഞ്ഞങ്ങാടാണ്. നമ്മൾ മലയാളികൾ മാത്രം യുഎഇയിൽ ഏകദേശം 60,000-ഓളം ആൾക്കാർക്കുള്ള ഭക്ഷണം പാഴാക്കുന്നതാണ് ഞങ്ങൾ വിശ്വസിക്കുക. ഒരിക്കലും വിശ്വസിക്കില്ല അല്ലേ? അതായത് റെസ്റ്റോറൻറ്റുകൾ പർദീസ എന്നറിയപ്പെടുന്ന കാറാമയിലാണ് ഞാനുള്ളത്. ഏകദേശം യുഎഇയിൽ കൂട്ടിക്കഴിഞ്ഞാൽ മലയാളികൾ റെസ്റ്റോറൻ്റാണ് ഏറ്റവും കൂടുതലുള്ളത്. കാരണം മലയാളികൾ പോപ്പുലേഷനാണ് കൂടുതൽ. അധികം ഓഫീസുകൾ വർക്ക് ചെയ്യുന്നവരും മറ്റേതായതുകൊണ്ട് കൂടുതൽ പാർസലാണ് പറയൽ. കൊറോണയ്ക്ക് ശേഷമാണ് ഇത്രയധികം ഫുഡ് ഡെലിവറി സർവീസുകൾ യുഎഇയിൽ വർദ്ധിച്ചത്. അതിനായി തന്നെ പല കമ്പനികളും ഇപ്പോൾ രംഗത്തുണ്ട്. തലബാത്ത്, നൂണ്, ഇപ്പോഴത്തെ കീറ്റയും. ഈ പാർസലിൻ്റെ ഫുഡ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് 2 കണ്ടെയ്നറാണ് ഇവിടെ ലഭിക്കുന്നത് പാർസൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് ചെറിയൊരു സൈസ്, പിന്നൊരു വലിയ സൈസ്. മീഡിയം സൈസ് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല ഇവിടെ. അപ്പോൾ ആൾക്കാർ ഭക്ഷണം ഓർഡർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ വലുത് ഓർഡർ ചെയ്യും. കാരണം ചെറുതിലൊന്നും ഉള്ളില്ല, അത്ര ചെറുതാണ്. പക്ഷെ കഴിക്കുന്ന സമയത്ത് എന്താക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3/4 ഭാഗം കഴിക്കാൻ പറ്റും. അതായത് 1/4 ഭാഗം ഇത് ഭക്ഷണം കളയേണ്ടി വരുന്നത്, അതായത് ചോറ് കളയേണ്ടി വരും. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ കാണാതെ ഇതുപോലെയാണ് ഈ ഭക്ഷണം പാഴാക്കുന്നത്. ഇതിപ്പോ ലോറിയിലെല്ലാം കയറ്റുന്നില്ല അതുപോലെ. അപ്പം ഏകദേശം നമുക്ക് 1000 റെസ്റ്റോറൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ അന്വേഷിച്ചതിക്ക് ഒരു നല്ല റെസ്റ്റോറൻറ്റുകളിൽ 200 പാർസലോളം ഡെയിലി പോകുന്നുണ്ട്. 200 പാർസൽ ഡെയിലി പോകുന്നുണ്ടെങ്കിൽ 1000 റെസ്റ്റോറൻറ്റ് 2 ലക്ഷം പാർസൽ ഫുഡാണ് പോകുന്നത്. അങ്ങനെയെങ്കിൽ ഈ 2 ലക്ഷം ഫുഡിന്ന് നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം 66,666 ഫുഡുകൾ നമ്മൾ വേസ്റ്റിലേക്കാണ് പോകുന്നത്. അതായത് ചോറ് മാത്രം പോകുന്നു. നിങ്ങൾക്കറിയാമല്ലോ, ഈ ഭക്ഷണം കിട്ടാത്ത കാലത്ത് ലോകത്തൊക്കെ ഓരോരോ രാജ്യങ്ങൾ ഭക്ഷണം കിട്ടാതെ ഇങ്ങനെ അലയുന്നുണ്ട്. ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫുഡ് കണ്ടെയ്നർ ഉണ്ടാക്കുന്നതും പിന്നെ അതുപോലെ റെസ്റ്റോറൻറ്റ് നടത്തുന്നതും മലയാളികളാണ്. അപ്പോൾ അവർക്ക് ഇനീഷ്യേറ്റീവ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീഡിയം സൈസ് കണ്ടെയ്നർ ഇറക്കാം. മീഡിയം സൈസ് കണ്ടെയ്നർ ഇറക്കി കഴിഞ്ഞാൽ കുറച്ച് കഴിക്കുന്നവർക്ക് എന്താ പറഞ്ഞാൽ അത് ഓർഡർ ചെയ്താൽ മതി. അപ്പം ഈ വേസ്റ്റ് പോകുന്നത് നമുക്കിത് ഒഴിവാക്കാൻ പറ്റും. സംഭവം നിങ്ങൾ കരുതും സിമ്പിൾ കാര്യമെന്ന് ഞാൻ പറയുന്നത്. പക്ഷെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറേ വേസ്റ്റുകൾ, അതായത് പള്ളിയിലെ വെള്ളിയാഴ്ച കുത്തുപേര് പറഞ്ഞിരുന്നു, നിങ്ങൾ ഭക്ഷണം എത്ര വേണം കഴിച്ചോ, പക്ഷെ നിങ്ങൾ പാഴാക്കരുത്. കാരണം നമുക്ക് അറിയാം ഈ ലോകത്ത് എത്ര പട്ടിണി പാവങ്ങളുണ്ടെന്നുള്ളത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് ഈ റെസ്റ്റോറൻ്റ് അല്ല പാർസൽ ഫുഡ് കണ്ടെയ്നർ ഉണ്ടാക്കുന്നവർ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, താങ്ക് യു.